അവസാനം വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഹബീബിനെ കണ്ട രംഗമെങ്ങനെ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലാണ്. സിദ്ദീഖുൽ അക്ബർ തങ്ങളുണ്ട്, പാവം കുട്ടിയായ ഞാനുണ്ട്. 20 വയസ്സായിട്ടുണ്ട്, കൂട്ടത്തിൽ ചെറുപ്പക്കാരനാണ്. ഞാൻ അടുത്ത് ചെന്നിങ്ങനെ നോക്കുമ്പോ നല്ല മനോഹരമായ ഒരു കടലാസിന്റെ വെണ്മയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിച്ചു കിടക്കുന്നുണ്ട്. വഫാത്തിന്റെ രംഗം എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോഴും ഞാനുണ്ട്. അവിടുത്തെ വഫാത്തിന്റെ സമയത്ത് ഞാൻ അവിടെയുണ്ട്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്ന എന്റെ എളാപ്പ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഖബറിൽ കിടത്താൻ ഇറങ്ങിയ ഒരാളാണ്. ഞാനും ഒരു സഹായിയാണ്. ആ സഹായിയായി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നിന്നു. അവസാനം മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഫലമ്മാ ദഫന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വറജഅനാ, ഞങ്ങൾ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശരീരം ഖബറു ശരീഫിൽ കിടത്തിയിട്ട് മടങ്ങി പോകുന്ന നേരത്ത് അതാ ഫാത്തിമ മോള് വിളിക്കുന്നു. ഫാത്തിമ ഉമ്മ വിളിച്ചിട്ട് ചോദിക്കുന്നു, യാ അനസ്, ഓ അനസേ, അതാബത് നുഫൂസുകും അൻ ദഫൻതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്തുറാബി വറജഅതും, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറിൽ കിടത്തിയിട്ട് അതിന്റെ മേലെ മൂടുകല്ല് വെച്ചിട്ട് മണ്ണിടാൻ എങ്ങനെ കഴിഞ്ഞു മോനെ അനസേ? അനസ് റളിയല്ലാഹു അൻഹു ഒറ്റ നിലവിളിയാണ്. ഈ ചോദ്യം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, അഫലാ ദഫൻതും റസൂലല്ലാഹി ഫീ സഫതി മിനൽ ഉലൂവതി വൽ കാഫൂരി മംദൂദി. അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അനസ് റളിയല്ലാഹു അൻഹു പറയാൻ, എനിക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഇത്രയും വേദനാജനകമായ ഒരു ദിവസത്തെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല. ഇത്ര പ്രയാസമുള്ള ഒരു ദിവസത്തെ എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഖബറിൽ അവിടുത്തെ തിരുശരീരം ഇറക്കുന്നത് വരെ ഞാൻ കൂടെയുണ്ട്. പിന്നെ എങ്ങനെ എനിക്ക് ജീവിക്കാനാണ്? ഇനി അനസ് റളിയല്ലാഹു അൻഹു എത്ര കാലം പറയാനുണ്ട് നിങ്ങൾക്കറിയോ? തൽക്കാലം ഞാൻ ആ ചരിത്രത്തിന്റെ തുടർച്ചയിലേക്ക് പോകുന്നില്ല. അനസ് റളിയല്ലാഹു അൻഹുവിന് അവിടുത്തെ വേദന അടക്കാൻ കഴിയുന്നില്ല, സമാധാനിക്കാനുള്ള വകുപ്പില്ല. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങൾ ചോദിക്കുന്നു, അനസേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ രാവും പകലും മുഴുവനും യാത്ര ചെയ്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സേവകരായി നിന്ന നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയാണ് ഹബീബ് യാത്രയായപ്പോൾ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോഴാണ് അനസ് റളിയല്ലാഹു അൻഹുവിനുള്ള മറുപടികൾ പലതാണ്. കാരണം അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് കരുതി വെച്ചിട്ടുണ്ട്. ബർക്കത്തിനു വേണ്ടി ഉമ്മു സുലൈം എന്നവർ കരുതിയ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിയർപ്പ് കയ്യിലുണ്ട്. അവിടുത്തെ ശരീരത്തിന്റെ സാമീപ്യമറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രോമങ്ങൾ അഥവാ വിശുദ്ധ കേശങ്ങൾ മഹാനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ട്. മഹാനവറുകളെ പറയാണ്, അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ, ലോകമാകമാനം കിട്ടുന്നതിനേക്കാളും അതിലുള്ളത് മുഴുവൻ ലഭിക്കുന്നതിനേക്കാളും
എനിക്ക് അമൂല്യമായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഷഅർ മുബാറക് എന്റെ കയ്യിലുണ്ടാകലാണ്. അപ്പൊ ഹബീബായ നബി തങ്ങളുടെ വിയർപ്പ് എന്റെ കയ്യിലുണ്ട്, അവിടുത്തെ തിരുകേശങ്ങൾ എന്റെ കയ്യിലുണ്ട്. മാത്രമല്ല ഒരു തോൽപാത്രം എന്റെ കയ്യിലുണ്ട്. അതിടക്കിടക്ക് എടുത്തിട്ട് പറയും. മുഹമ്മദ് ബിൻ സീരീൻ പറയുകയാണ്, സീരീൻ എന്നവരും പറയുകയാണ്, ഇടക്കിടക്ക് അനസ് റളിയല്ലാഹു അൻഹു ഈ പാത്രം എടുത്തിട്ട് പറയും, ഇത്ര തവണ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടുണ്ട്, ഇതിൽ വെള്ളം കൊടുത്തിട്ടുണ്ട്, ഇത്ര തവണ ഇതിൽ നിന്ന് ഹബീബ് കുടിച്ചിട്ടുണ്ട്, അതിൽ വെള്ളമൊഴിച്ചിട്ട് ബറക്കത്തിന് കുടിക്കുന്നു, അതിൽ വെള്ളമൊഴിച്ചിട്ട് ബറക്കത്തിന് കൊടുക്കുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ രീതിയാണ്. ഉമ്മയായ ഉമ്മു സുലൈം അതിന്റെ നേതാവാണ്. അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഹുദൈബിയ്യയുടെ ദിവസത്തിൽ ഒരു ഭാഗത്തെ മുഴുവനും കേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കൽ നിന്ന് വാങ്ങിയ മഹാനാണ്. ആ മാതാപിതാക്കളുടെ മകനായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലുണ്ടേ വിശുദ്ധ കേശങ്ങൾ. മാത്രമല്ല ഒരിക്കൽ അവിടുത്തെ തോൽപാത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചുണ്ടമർത്തി കുടിച്ച സ്ഥലത്ത് സ്വർണമോ വെള്ളിയോ പൂശാൻ ഉദ്ദേശിച്ചപ്പോൾ സീരീൻ എന്നവര് പറയുകയാണ്, അല്ലയോ അനസേ, അങ്ങനെ ചെയ്യല്ലേ മോനെ അനസേ, ഹബീബായ തങ്ങൾ അവിടുത്തെ തിരുചുണ്ടുകൾ തട്ടിയ സ്ഥലം കവർ ചെയ്തു പോകുമല്ലോ, അതുകൊണ്ട് വേണ്ട. വീണ്ടും ഞാൻ ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ടു നടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയ ഒരു ചെറിയ വടി എന്റെ കയ്യിലുണ്ട്, അതും പൊന്നുപോലെ സൂക്ഷിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് കയ്യിലുണ്ട്, അതും താങ്ങി നടക്കുകയാണ്.